Good morning. Welcome to today's section of CTTF Digital. Today we have the topic constants and operators. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ PHPൻ്റെ അകത്തുള്ള കോൺസ്റ്റൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഈ വേരിയബിൾസും കോൺസ്റ്റൻസും തമ്മിലുള്ള ഡിഫറൻസ്, കോൺസ്റ്റൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും എന്താണ് കോൺസ്റ്റന്റ് എന്നും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് PHPൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള PHP പ്രോഗ്രാം, ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള PHP പ്രോഗ്രാംസ് ആണ് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും വരെ നമ്മൾ വേരിയബിൾസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു, റൈറ്റ്? സോ വേരിയബിൾസ് എന്ന് പറയുന്നത് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ വാല്യൂസ് എന്ന് പറയുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വേരിയബിൾസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ വാല്യൂസ് ആൻഡ് ദീസ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. Now let us learn about constants. Okay, ഇനി നമുക്ക് കോൺസ്റ്റൻസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ സിമിലിയർ ആയിട്ടുള്ള, അതായത് വേരിയബിളുമായിട്ട് വളരെ സിമിലിയർ ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മേജർ ഡിഫറൻസ് ഉണ്ട്. എന്താ അത്? ദ വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് നെവർ ചേഞ്ചസ്. ഓക്കെ, അതായത് വേരിയബിളിന് വളരെ സിമിലിയർ ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതും ഇവിടെയുള്ള ഒരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. ഓക്കെ, ദ വാല്യൂ ഓഫ് എ കോൺസ്റ്റന്റ് നെവർ ചേഞ്ചസ്. ആ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ദാറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. വൈൽ ദ പ്രോഗ്രാം ഈസ് റണ്ണിങ്. അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ ഫിക്സ്ഡ് കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഫിക്സ്ഡ് വാല്യൂ. സോ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഫിക്സ്ഡ് വാല്യൂ ആണ് എന്നുള്ളതാണ്. So let's think about some values in real life that never change. Okay, നമുക്ക് കുറച്ച് വാല്യൂസ് നോക്കാം. അതായത് റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. അതായത് കോൺസ്റ്റന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എല്ലാവർക്കും പൈ എന്താണെന്നറിയാം, റൈറ്റ്? മാത്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൈ. എന്താണ് ഈ പൈ എന്ന് പറയുന്നത്? പൈന്റെ വാല്യൂ എന്താണ്? 3.14 ആണ്. വി ഓൾ നോ ദാറ്റ്, റൈറ്റ്? പൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ്. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അത് എപ്പോഴെങ്കിലും മാറോ? ചേഞ്ച് ആവോ? ഇല്ല. കാരണം എന്താ? അത് എപ്പോഴും 7 തന്നെയാണ്. ആ ഒരു നമ്പർ ഓഫ് ഡേയ്സ്, ആ ഒരു വീക്കിലുള്ള ഡേ എന്ന് പറയുന്നത് എത്രയാ? 7 തന്നെയാണ്. അത് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. നെക്സ്റ്റ് ഇസ് വാല്യൂ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, വാല്യൂ ഓഫ് ഗ്രാവിറ്റി. എന്താണ് ഗ്രാവിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്? 9.8 ആണ്, റൈറ്റ്? സോ അതും എന്താ? അതും ഒരു കോൺസ്റ്റന്റ് ആണ്. അതും എന്താവുന്നില്ല? അതും ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സോ ഈ വാല്യൂസ് ഒക്കെ തന്നെ എപ്പോഴും എല്ലാ സമയവും എവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും സെയിം തന്നെ ആയിരിക്കും. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യത്തുമില്ല. നമ്മൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുമില്ല. ഇതേപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് അകത്തും. നമ്മളിപ്പോ ഒരു വാല്യൂ ഫിക്സ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, വെൻ എ വാല്യൂ ഷുഡ് റിമെയിൻ ഫിക്സ്ഡ്. ഒരു വാല്യൂ ഫിക്സ്ഡ് ആയിട്ട് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, so in programming also when a value should remain fixed we use constant. Okay അല്ലേ? ഇനി ഈ വേരിയബിളും കോൺസ്റ്റന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വേരിയബിൾ എന്ന് പറയുന്നത് ഈ വേരിയബിളിന്റെ വാല്യൂ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ ഒരു വാല്യൂനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ വാല്യൂസ് കനോട്ട് ചേഞ്ച്. uses dollar symbol. Okay,
വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലോ അവിടെ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുന്നില്ല. Declared using assignments. Okay, declared using assignments. അതായത് ഈ ഈക്വൽ ടു സൈൻ അതെന്താ അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്? അപ്പം എപ്പോഴും ഡിക്ലെയർ ചെയ്യുന്നത് അസൈൻമെന്റ് സൈനിലാണ്. എന്നാൽ കോൺസ്റ്റന്റ് എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫൈൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, എക്സാമ്പിൾ $x is equal to 10. ഇനി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലോ ഡിഫൈൻ ബ്രാക്കറ്റിന്റെ അകത്ത് ഇൻവേർട്ടഡ് കൊട്ടേഷൻ മാർക്സിന്റെ അകത്ത് എക്സ് കൊടുത്തു, കോമ 10 കൊട്ടേഷൻ സെമികോളൻ ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് ഇതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇതെന്താ? ഇതൊരു വേരിയബിളിന്റെ സിൻടാക്സ് ആണ്. സോ വേരിയബിളിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേരിയബിളിന്റെ അകത്ത് നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കോൺസ്റ്റന്റിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതെപ്പോഴും എന്താ? ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. അവരുടെ വാല്യൂ നമുക്ക് ഏതൊരു ടൈമും ആ ഒരു പ്രോഗ്രാമിംഗ് അകത്ത് ഏതൊരു ടൈം വേണമെന്നുണ്ടെങ്കിലും വാല്യൂസ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വേരിയബിൾ ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്നത്. ഇനി കോൺസ്റ്റന്റ്സ് ആണെന്നുണ്ടെങ്കിലോ, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. വൺസ് ഇപ്പൊ നമ്മളൊരു കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, വൺസ് ഒരു കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാല് അതിന്റെ വാല്യൂ നമ്മൾക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, വൺസ് ഒരു കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമ്മൾക്ക് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ വേരിയബിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? പെർമനന്റും ആണ്. ലെറ്റ്സ് ടേക്ക് an example. $x is equal to 10 semicolon $x is equal to 20 semicolon. It's allowed. Okay, but define x 10 x is equal to 20. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വേരിയബിളിന് ഇവിടെ 10 കൊടുത്തു, അതിനുശേഷം സെയിം വേരിയബിളിന് തന്നെ 20 കൊടുക്കാം നമുക്ക്, റൈറ്റ്? അതെന്താ? ആക്ച്വലി വേരിയബിളിന്റെ കേസ് ആണ് ഇവിടെ പറയുന്നത്, ഇവിടെ അലൗഡ് ആണ്. പക്ഷേ കോൺസ്റ്റന്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഡിഫൈൻ എക്സ് 10. ഓക്കെ, ഡിഫൈൻ എക്സ് 10 ഇവിടെ നോക്കുന്ന സമയത്ത് ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ 10 കൊടുത്തു എക്സിന്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ എന്താ? എഗെയിൻ എക്സ് ഇസ് ഈക്വൽ ടു 20 കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും അലൗഡ് അല്ല. സോ PHP എന്ന് പറയുന്നത് വിൽ ഗിവ് ആൻ എറർ. PHP അവിടെ നമ്മൾക്ക് എന്ത് തരും? എറർ തരും. കാരണം എന്താണ്? ബിക്കോസ് കോൺസ്റ്റന്റ് കനോട്ട് ബി മോഡിഫൈഡ്. ഒരു കോൺസ്റ്റന്റിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, so PHP will give an error because constant cannot be modified. Okay, PHP error തരുന്നുണ്ട് കാരണം കോൺസ്റ്റന്റ് നമ്മൾക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ്, rules for defining constants. Okay, rules for defining constants. അതായത് ഈ കോൺസ്റ്റന്റ് നമ്മളിപ്പോൾ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, അത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. സെയിം വേ ഈ കോൺസ്റ്റന്റിന്റെ കേസ് എടുക്കുന്ന സമയത്തും നമ്മൾക്ക് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോ PHPന്റെ അകത്ത് ഒരു കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, PHPന്റെ അകത്ത് ഒരു കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് കോൺസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ റൂൾസ് ഫോർ കോൺസ്റ്റന്റ്? കോൺസ്റ്റന്റ് നെയിം എന്ന് പറയുന്നത് ഒരിക്കലും ഡോളർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, വേരിയബിൾ ഇൻ കേസ് ഓഫ് വേരിയബിൾസ് അതെന്തായിരിക്കണം? വേരിയബിൾസ് മസ്റ്റ് ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ വെച്ചിട്ടായിരിക്കണം. എന്നാൽ കോൺസ്റ്റന്റിന്റെ കേസിൽ ഡോളർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കോൺസ്റ്റന്റിന്റെ നെയിം എന്ന് പറയുന്നത് യൂഷ്വലി റിട്ടേൺ ചെയ്യുന്നത് അപ്പർ കേസസിലാണ്. ഓക്കെ, കോൺസ്റ്റന്റ് നെയിം യൂഷ്വലി റിട്ടേൺ ചെയ്യുന്നത് അപ്പർ കേസ്, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്ററിലാണ് കോൺസ്റ്റന്റ് നെയിം റിട്ടേൺ ചെയ്യുന്നത്. അതിനാൽ ലോവർ കേസസിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. തേർഡ് വൺ ഇസ്
constant values cannot be changed. We all know that, right? അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അവിടെ കൊടുത്ത്, അതായത് ഒരു വേരിയബിളിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ബൈ ഡിഫോൾട്ട് ആണ്. ഓക്കെ, കോൺസ്റ്റൻസ് ആർ ഗ്ലോബൽ ബൈ ഡിഫോൾട്ട്. സോ ദീസ് ആർ ദ റൂൾസ് ഫോർ ഡിഫൈനിങ് കോൺസ്റ്റന്റ്. ഫസ്റ്റ് നമ്പർ നമ്മൾ പറഞ്ഞു, ഇവിടെ ഡോളർ സിമ്പിൾസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് വേരിയബിൾസ് പോലെയല്ല കോൺസ്റ്റന്റ് ഒരിക്കലും ഡോളർ സിമ്പിൾസ് യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഡോളർ പി ഐ എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി ഇറ്റ്സ് എ റോങ്. ഓക്കെ, അതൊരിക്കലും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. പി ഐ എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, പൈ ഇസ് ഈക്വൽ ടു യെസ്, ദെൻ അതിന്റെ വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് അപ്പർ കേസ് നെയിമിംഗ് കൺവെൻഷൻ. ബൈ കൺവെൻഷൻ constant names are written in uppercase to easily identify them. Okay, so ഈ constant names എന്ന് പറയുന്നത് എപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് അപ്പർ കേസസിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റിട്ടേൺ ചെയ്യുന്നത്? നമ്മൾക്ക് അതിനെ ഈസി ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ constant names are written in uppercase to easily identify them. Let's take an example. PI, that's a pi, right? PI max value college name. Okay, PI max value college name. PI max value college name. ഇതൊക്കെ നമ്മൾക്ക് എന്തായിട്ട് എടുക്കാം? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് അപ്പർ കേസസിലാണ് ഇതെല്ലാം തന്നെ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. വാല്യൂ കനോട്ട് ബി ചേഞ്ച്ഡ്. നമുക്ക് ആ ഒരു വാല്യൂന് ഒരിക്കലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് വൺസ് ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ PHP പിന്നീട് ആ ഒരു വാല്യൂനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല. ഓക്കെ, so once a constant is defined, PHP does not allow changing its value. Fourth one, global by default. ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് can be accessed anywhere in the program, even inside function. അതായത് ഇവൻ ആ ഒരു ഫംഗ്ഷന്റെ അകത്താണെന്നുണ്ടെങ്കിൽ പോലും കോൺസ്റ്റന്റിന് എവിടെ നിന്ന് വേണമെങ്കിലും, ആ ഒരു പ്രോഗ്രാമിന്റെ അകത്തുനിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കോൺസ്റ്റന്റിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കോൺസ്റ്റന്റ് can be accessed anywhere in the program, even inside the function. Next, defining constants using define. Okay, defining constants using define. Syntax: define constant name value. Okay, define constant name value. So define a built-in PHP function which is used to create constant. ഓക്കെ, സോ ഇതാണ് ഒരു കോൺസ്റ്റന്റിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ കോൺസ്റ്റന്റ് നെയിം, ദെൻ ആ കോൺസ്റ്റന്റിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് കൊടുക്കുക. സോ ഈ ഒരു ഡിഫൈൻ ഫംഗ്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊരു PHPന്റെ ബിൽഡിൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് ഒരു കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PHPന്റെ ബിൽഡിൻ ഫംഗ്ഷനെയാണ്, ബിൽഡിൻ PHP ഫംഗ്ഷനെയാണ് നമ്മൾ ഡിഫൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ബിൽഡിൻ PHP ഫംഗ്ഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോൺസ്റ്റന്റ് നെയിം. ഓക്കെ, കോൺസ്റ്റന്റ് നെയിം ഇതെന്താ? ഒരു കോൺസ്റ്റന്റ്, ആ ഒരു കോൺസ്റ്റന്റിന് നമ്മൾ കൊടുക്കുന്ന നെയിം വിച്ച് ഇസ് റിട്ടേൺ ഇൻ ദ കോഡ്സ്. ഓക്കെ, ആ ഒരു കോഡ്സിന് വിച്ച് ഇസ് റിട്ടേൺ ഇൻസൈഡ് ദ കോഡ്, ആ ഒരു കോഡിന്റെ അകത്താണ്, ഡബിൾ കോട്ടിന്റെ അകത്തായിരിക്കും ഈ ഒരു നെയിം ഓഫ് ദ കോൺസ്റ്റന്റ് റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ഡബിൾ കോട്ടിന്റെ ഉള്ളിലുള്ള അപ്പർ കേസിൽ റിട്ടേൺ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റിന്റെ നെയിം ആണ്, വാല്യൂ. അതാണ് നമ്മുടെ ഫിക്സ്ഡ് വാല്യൂ. ഓക്കെ, അസൈൻഡ് ടു ദ കോൺസ്റ്റന്റ്, അതായത് കോൺസ്റ്റന്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ഫിക്സ്ഡ് വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. സിമ്പിൾ കോൺസ്റ്റന്റ്. ഓക്കെ, സിമ്പിൾ കോൺസ്റ്റന്റ് PHP define pi 3.14 echo pi ക്ലോസ് ചെയ്തു. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു പൈ എന്ന് പറയുന്ന വാല്യൂന്റെ കോൺസ്റ്റന്റ്, അതായത് 3.14 എന്ന് പറയുന്ന വാല്യൂ പൈക്ക് അസൈൻ ചെയ്തു, ആൻഡ് അതെന്താ? ഫിക്സ്ഡ് വാല്യൂ ആണ്. ദെൻ എക്കോ പൈ,
ഇവിടെ പൈ എന്ന് പറയുന്നത് എന്താ ആക്ച്വലി ഒരു കോൺസ്റ്റന്റ് ആണ്, റൈറ്റ്? ഡബിൾ കോഡ്സിന്റെ ഉള്ളിലാണ് ഇത് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് പൈ എന്ന് പറയുന്നത് അപ്പർ കേസിലുള്ളത്. സോ ദാറ്റ്സ് എ കോൺസ്റ്റന്റ്. 3.14 എന്ന് പറയുന്ന വാല്യൂ എന്താ? ഫിക്സ്ഡ് ആണ്. ഇവിടെ ഡോളർ സിമ്പിൾ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എക്കോ പി ഐ എന്ന് പറയുന്ന എക്കോ പൈ എന്താ ചെയ്യുന്നത്? ആ ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂനെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ് ദ കോൺസ്റ്റന്റ് വാല്യൂ. നമുക്ക് PHP ഡിഫൈൻ കോളേജ്, ABC കോളേജ്, എക്കോ കോളേജ് കൊടുത്തു. ഓക്കെ, സോ ഈ കോളേജ് എന്ന് പറയുന്നത് എന്താ ആക്ച്വലി? അതൊരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കോളേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? ടെക്സ്റ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. സോ കോളേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ടെക്സ്റ്റ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ കോൺസ്റ്റന്റ് ക്യാൻ സ്റ്റോർ നമ്പേഴ്സ്, സ്ട്രിങ്, ബൂളിയൻ വാല്യൂസ്. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിലും കോൺസ്റ്റന്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ സ്ട്രിങ് സ്റ്റോർ ചെയ്യാം, ബൂളിയൻ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. സോ ഇറ്റ് സ്റ്റോർസ്. ഇവിടെ കോളേജ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ടെക്സ്റ്റ് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്പർ മാത്രമായിട്ട് ലിമിറ്റഡ് ആയിരിക്കില്ല. ഓക്കെ, കോൺസ്റ്റന്റ് ആർ നോട്ട് ലിമിറ്റഡ് ടു നമ്പർ. അതായത് നമ്പേഴ്സിന് മാത്രമായിട്ട് കോൺസ്റ്റന്റ് ലിമിറ്റഡ് അല്ല. അതിന് ഏതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റയും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദേ ക്യാൻ സ്റ്റോർ എനി ഫിക്സ്ഡ് ഡേറ്റ. ഏതൊരു ഫിക്സ്ഡ് ഡേറ്റയും സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നൗ അഡ്വാൻറ്റേജസ് ഓഫ് കോൺസ്റ്റന്റ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് പ്രിവെന്റ്സ് ആക്സിഡൻഷ്യൽ ചേഞ്ച് ഓഫ് വാല്യൂസ്. ഓക്കെ, ആക്സിഡന്റൽ ചേഞ്ച് ഓഫ് വാല്യൂസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം റീഡബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫിക്സ്ഡ് സിസ്റ്റം വാല്യൂസ്. ഓക്കെ, ഒരു ഫിക്സ്ഡ് സിസ്റ്റം വാല്യൂസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ യൂസ്ഡ് ഫോർ ഫിക്സ്ഡ് സിസ്റ്റം വാല്യൂസ്. Easy to maintain programs. Okay, easy to maintain programs. So prevent accidental change of values, improve program readability, used for fixed system values, easy to maintain program. So let's discuss each one in detail. First one is prevent accidental changes. അതായത് സിൻസ് ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് റിമെയിൻ സേഫ്. ഓക്കെ, അതായത് ഈ ആക്സിഡന്റൽ ആയിട്ട് വരുന്ന ചേഞ്ചസ് വരെ എന്ത് ചെയ്യും? അതായത് നമ്മൾ അറിയാതെ വരുന്ന ചേഞ്ചസിനെ പ്രിവെന്റ് ചെയ്യുന്നത്. കാരണം എന്താ? ഈ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മോഡിഫൈ ചെയ്യാനായിട്ട് പാടില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസ് വളരെ സേഫ് ആയിട്ട് തന്നെ ഇവിടെ റിമെയിൻ ചെയ്യുന്നുണ്ട്. Second is improve readability. Okay, improve readability. When we see pi, നമ്മളിപ്പോൾ പൈന്ന് കാണുന്ന സമയത്ത് we immediately understand its purpose. Okay, better than echo 3.14. നമ്മളിപ്പോൾ പൈ എന്ന് പറയുന്നത് കാണുന്ന സമയത്ത് തന്നെ അതിന്റെ പേർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ബെറ്റർ ദാൻ എക്കോ 3.14. യൂസ്ഡ് ഫോർ ഫിക്സ്ഡ് സിസ്റ്റം വാല്യൂസ്. ഓക്കെ, ഫിക്സ്ഡ് സിസ്റ്റം വാല്യൂസിനാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ വാല്യൂസിന് വേണ്ടിയിട്ട്, കോൺഫിഗറേഷൻ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട്, സിസ്റ്റം ലിമിറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ കോൺസ്റ്റൻസ് ആർ കോമൺലി യൂസ്ഡ് ഫോർ മാത്തമാറ്റിക്കൽ വാല്യൂസ്, കോൺഫിഗറേഷൻ സെറ്റിംഗ്സ് ആൻഡ് സിസ്റ്റം ലിമിറ്റ്സ്. ഫോർത്ത് ഇസ് ഈസി മെയിൻ്റനൻസ്. ഓക്കെ, ഈസി മെയിൻ്റനൻസ്. ഇപ്പോൾ ഒരു ഫിക്സ്ഡ് വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് എ ഫിക്സ്ഡ് വാല്യൂ നീഡ്സ് ടു ബി അപ്ഡേറ്റഡ്, ഒരു ഫിക്സ്ഡ് വാല്യൂ നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? വി ചേഞ്ച് ഇറ്റ് ഓൺലി വൺസ് ഇൻ ദ കോൺസ്റ്റന്റ് ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം മാത്രം അതിനെ കോൺസ്റ്റന്റ് ഡെഫിനിഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. So if a fixed value need to be updated, we change it only once in the constant definition. So constant എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, റൈറ്റ്? Now we moving on to
operators. It's important. So let's discuss about the introduction to operators. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PHP പ്രോഗ്രാമിംഗ് അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും വരെ വി ഹാവ് വർക്ക്ഡ് വിത്ത് വാല്യൂസ് ആൻഡ് വേരിയബിൾസ്, റൈറ്റ്? നമ്മൾ ഈ വേരിയബിൾസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വാല്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ഈ ആക്ഷൻസ് ഒക്കെ ഈ ഒരു വാല്യൂസിന്റെ അകത്ത് പെർഫോം ചെയ്യുന്നുണ്ടാവുക? അതിന് വേണ്ടിയിട്ട്, ആ ഒരു പെർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ വാല്യൂസ് ഒക്കെ ആക്ഷൻസ്, അതായത് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, വാല്യൂസിന്റെ അകത്ത് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഓപ്പറേറ്റർ? ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആണ്. ഓക്കെ, അതായത് ആക്ഷൻസ് ഒന്നോ ഒന്നിൽ കൂടുതലോ വാല്യൂസിന്റെ മുകളില് പെർഫോം ചെയ്യുന്ന സിമ്പിളിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ആൻ ഓപ്പറേറ്റർ ഇസ് എ സിമ്പിൾ ദാറ്റ് പെർഫോംസ് ആൻ ആക്ഷൻ ഓൺ വൺ ഓർ മോർ വാല്യൂസ്. An operator is a symbol that performs an action on one or more values. Operand എന്ന് പറയുന്നത് എന്താ? ഓപ്പറന്റ് എന്ന് പറയുന്നത് വാല്യൂ ഓൺ വിച്ച് ദ ഓപ്പറേഷൻ ഇസ് പെർഫോംഡ്. ഓക്കെ, ഓപ്പറന്റും ഉണ്ട് ഓപ്പറേറ്ററും ഉണ്ട്. രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ഓപ്പറന്റ്, മറ്റേത് ഓപ്പറേറ്റർ. ഓപ്പറന്റ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓൺ വിച്ച് ദ ഓപ്പറേഷൻ ഇസ് പെർഫോംഡ്. ഓക്കെ, അതായത് ഏത് വാല്യൂന്റെ മുകളിലാണോ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പറന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേറ്റർ എന്തായിരിക്കും? സിമ്പിൾ ദാറ്റ് പെർഫോം ദ ഓപ്പറേഷൻ. ഓക്കെ, ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്പറേറ്റർ. സോ ഓപ്പറന്റ് പ്ലസ് ഓപ്പറേറ്റർ ഇസ് ഈക്വൽ ടു റിസൾട്ട്. ഓക്കെ, ഓപ്പറന്റ് പ്ലസ് ഓപ്പറേറ്റർ ഇസ് ഈക്വൽ ടു റിസൾട്ട്. ഓപ്പറന്റ് ഉണ്ടാവും, ഓപ്പറേറ്റർ ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് 5ഉം അതുപോലെ തന്നെ 3യും ദാറ്റ് ഇസ് ഈക്വൽ ടു 8, റൈറ്റ്? 5 + 3 ഇസ് ഈക്വൽ ടു 8 ആണ്. അപ്പൊ ഈ 5ഉം 3യും എന്താ ഇവിടെ? ഓപ്പറൻസ് ആണ്. ആൻഡ് ഈ പ്ലസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ഓപ്പറേറ്റർ. അതെന്താ ആക്ച്വലി? ഓപ്പറേറ്റർ ആണ്. സോ 8 ആണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സോ വിത്തൗട്ട് ഓപ്പറേറ്റേഴ്സ് വി കനോട്ട് പെർഫോം കാൽക്കുലേഷൻസ്, കമ്പാരിസൺ ഓർ ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രോഗ്രാമിംഗ്. അപ്പൊ നമ്മളിപ്പോ ഒരു പ്രോഗ്രാമിംഗ് എടുക്കുന്ന സമയത്ത് ഒരു ഓപ്പറേറ്റേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഒരു കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല, കമ്പാരിസൺസ് നടത്താൻ പറ്റൂല, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും നടത്താനായിട്ട് പറ്റൂല. സോ വിത്തൗട്ട് ഓപ്പറേറ്റേഴ്സ് വി കനോട്ട് പെർഫോം കാൽക്കുലേഷൻസ്, കമ്പാരിസൺ ഓർ ഡിസിഷൻ മേക്കിംഗ് ഇൻ പ്രോഗ്രാംസ്. നെക്സ്റ്റ്, types of operators in PHP. Okay, types of operators in PHP. PHP provides many types of operators. Okay, PHP പല തരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PHP ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഹിയർ വി ഹാവ്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് arithmetical operators, assignment operators, comparison operators, logical operators, and the last is increment or decrement operators. Okay, so types of PHP operators. First one എന്ന് പറയുന്നത് arithmetic operators ആണ്. എന്താണ് ഈ arithmetical operators എന്ന് പറയുന്നത്? ഈ ഒരു ഓപ്പറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആയിട്ടുള്ള എഡിഷൻസ്, സബ്ട്രാക്ഷൻസ്, മൾട്ടിപ്ലിക്കേഷൻസ്, ഡിവിഷൻസ്, മോഡുലസ് ഒക്കെ പോലെയുള്ള പല തരത്തിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എറിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so arithmetic operators are used to perform mathematical calculations such as addition, subtraction and multiplication. Okay, so ഇവിടെ നമ്മൾ plus sign, this is for
addition. Minus ആണെന്നുണ്ടെങ്കിലോ subtraction. Star is for multiplication. Here we have division and modulus. Okay. അങ്ങനെ ഈ ഒരു ഇതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറേൻസ് എന്തായിരുന്നു? യെസ്. സോ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷൻ ആൻഡ് മോഡുലസ്. സോ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് നോക്കാം. PHP ഓ ടാഗ് ഓപ്പൺ ചെയ്തു. എ എന്ന് പറയുന്നത് 10 ആണ്. ബി എന്ന് പറയുന്നത് എന്താ? 3 ആണ്. ഓക്കെ. എ ഇസ് ഈക്വൽ ടു 10, ബി ഇസ് ഈക്വൽ ടു 3. ഇനി എന്തൊക്കെ ആക്ഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്? എക്കോ $A പ്ലസ് $B, echo $A minus $B, echo A star A $B, echo $A divided by $B, echo $A modulus $B. Right. ഇനി A ഫസ്റ്റ് എക്കോ ഫസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? $A plus $B ആണ്. റൈറ്റ്. അതായത് 10ഉം അതുപോലെ തന്നെ 3ഉം കൂടെ 10ഉം 3ഉം കൂടെ ആഡ് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഇറ്റ് വിൽ ബി 13. റൈറ്റ്. ഇനി A മൈനസ് B ആണെന്നുണ്ടെങ്കിലോ സബ്ട്രാക്ട് 3 ഫ്രം 10. ഓക്കെ. അതായത് 10ന്റെ അകത്തുനിന്ന് 3നെ സബ്ട്രാക്ട് ചെയ്യും. ആൻഡ് ദ റിസൾട്ട് വിൽ ബി 7. $A സ്റ്റാർ $B. സ്റ്റാർ എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദ റിസൾട്ട് വിൽ ബി 30. $A ഡിവൈഡഡ് ബൈ $B. ഇതെന്താ ചെയ്യുന്നത്? 10നെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Then the result is 3.333. Next, A modulus B gives remainder. അതായത് 10നെ 3 വെച്ചിട്ട് കിട്ടുന്ന 10നെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. ഇറ്റ് വിൽ ബി 1. റൈറ്റ്. സോ 10ൽ 3 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം. സോ 3 3s are 9 and 10 minus 9 is equal to 1 വരും. Okay, so the remainder will be 1. So A modulus B is equal to 1. Okay. Next is modulus. Modulus operators return the remainder after division. Okay. അതായത് modulus operator എന്താ ചെയ്യുന്നത്? Returns the remainder after division. Division ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. അതിനെയാണ് മോഡുലസ് ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 10/3. 10 മോഡുലസ് 3 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ഓക്കെ. സെയിം ലൈക്ക് ദാറ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, യൂസസ് ഓഫ് എറിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എറിത്മെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്, ബില്ലിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ടോട്ടൽസ് ആൻഡ് പെർസെൻറ്റേജസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മാർക്സ് ആൻഡ് റിസൾട്ട് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ എറിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദേ? കാൽക്കുലേഷൻസ്, ബില്ലിംഗ് സിസ്റ്റംസ്, ടോട്ടൽസ് ആൻഡ് പെർസെൻറ്റേജസ്, മാർക്സ് ആൻഡ് റിസൾട്ട് പ്രോസസ്സിങ്. Next is assignment operators. Okay. Assignment operators. Assignment operators are used to assign values to variables. Okay. Assignment operators നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ യൂസ് ചെയ്യുന്നത്? വേരിയബിൾസിന് വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹിയർ വി ഹാവ് ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു. അപ്പൊ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ? $A is equal to 5. ഇങ്ങനെയാണ് നമ്മളിപ്പോ A എന്ന് പറയുന്ന വാല്യൂന് 5, A എന്ന് പറയുന്ന വേരിയബിളിന് 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. സോ $A is equal to 5 വരും. പ്ലസ് ഈക്വൽ ടു എന്താ? $A പ്ലസ് ഈക്വൽ ടു 2. ഓക്കെ. സോ A is equal to A plus 2. അങ്ങനെ വരും. നെക്സ്റ്റ്, മൈനസ് ഈക്വൽ ടു $A minus equal to 2. Okay. Multiplication equal to $A star equal to 2. Division equal to $A division equal to എന്താ? 2 വരും. Divided by equal to 2. So let's take an example. PHP
A is equal to 10, $A plus is equal to 5, echo $A. Okay, $A is equal to 10. A എന്ന് പറയുന്ന വാല്യൂ 10 അസൈൻ ചെയ്തു കൊടുത്തു. A plus equal to 5, echo $A. ഓക്കെ, ടാഗ് ക്ലോസ് ചെയ്തു. ഇതെന്താ ആക്ച്വലി ചെയ്യുന്നത്? A is equal to 10 എന്ന് പറയുന്ന സമയത്ത് 10 എക്ക്, അതായത് A എന്ന് പറയുന്ന വേരിയബിളിന് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി A plus is equal to 5 means A is equal to A plus 5 വരും. ഓക്കെ, A is equal to A plus 5 വരും. അപ്പൊ ഫൈനൽ വാല്യൂ ഓഫ് A എന്ന് പറയുന്നത് എന്ത് വരും? 15. ഓക്കെ, A എന്ന് പറയുന്നത് 10 ആണ്. ഇനി A എന്ന് പറയുന്നത് എന്താ ലാസ്റ്റ് പറയുന്നത്? ആ A plus 5, that is 10 plus 5, that is equal to 15. So, ഈ operators make code shorter and easier to read. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് ഈ കോഡ് കുറച്ചുകൂടെ ഷോർട്ടർ ആക്കാനും അതുപോലെ തന്നെ നമ്മൾക്കത് വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദീസ് ഓപ്പറേറ്റേഴ്സ് മേക്ക് code shorter and easier to read. Okay, ഈ ഓപ്പറേറ്റേഴ്സ് കോഡ് ഷോർട്ടറും അതുപോലെ തന്നെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയറും ആക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആർ used to compare two values. Okay, comparison operators എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കമ്പാരിസന്റെ അകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, കമ്പാരിസൺ ഓപ്പറേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, എന്തൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഈക്വൽ. ഓക്കെ, ഡബിൾ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഈക്വൽ എന്ന് പറയുന്നത്. ഒരു ഈക്വൽ ആണ്, അത് എപ്പോഴും കൺഫ്യൂസിങ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, റൈറ്റ്? അതായത് ഒരു ഈക്വൽ ടു സൈൻ മാത്രമാണ് ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യുന്നത്? വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡബിൾ ഈക്വൽ ടു, രണ്ട് ഈക്വൽ ടു സൈൻ ഇടുന്നത് എന്താണ്? അതാണ് ആക്ച്വലി ഈക്വൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു, greater than, less than, greater than or equal to, less than or equal to. These all are the comparison operators. Okay, take an example. ഇപ്പം A is equal to 10, B is equal to 5. Okay, രണ്ട് വേരിയബിൾ ഉണ്ട്. A എന്ന് പറയുന്ന വേരിയബിളിന് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. B എന്ന് പറയുന്ന വേരിയബിളിന് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. Where dump $A greater than $B. A എന്ന് പറയുന്നത് B നേക്കാളും വലുതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, so $A greater than $B. Is it true or false? Yes, it is true because 10 is greater than 5, right? So ഇവിടെ പറയുന്നത് $A greater than $B, that is 10 is greater than 5 എന്നാണ്. So the result is true. Where dump function display the result with the data type. ഈ ഒരു where dump എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി ആ ഒരു റിസൾട്ടിനെ ഡേറ്റ ടൈപ്പോട് കൂടിയിട്ട് ആ ഒരു റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. സോ where dump display the result with the data type. ഡേറ്റ ടൈപ്പോട് കൂടിയിട്ട് ആ ഒരു റിസൾട്ടിനെ ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ conditions and decision making. ഓക്കെ, ഈ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, ഓക്കെ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കണ്ടീഷൻസിനകത്തും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് അകത്തുമാണ്. Comparison operators are widely used in conditions and decision making. Okay, അല്ലേ? Next is logical operators. Okay, logical operators. Logical operators are
used to combine multiple conditions. Okay, ഈ ഒരു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് രണ്ട് കണ്ടീഷൻസിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പറേറ്റർ ആൻഡ് ഓർ നോട്ട്. ഓക്കെ, ആൻഡ് ഓർ നോട്ട്, these are logical operators. And ഉണ്ട്, or ഉണ്ട്, not ഉണ്ട്. Let's take an example. PHP $A is equal to 10, $B is equal to 5. Okay, $A is equal to 10, $B is equal to 5. Echo $A greater than 5 and B less than 10. Okay, so ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? A എന്ന് പറയുന്ന വാല്യൂ, A എന്ന് പറയുന്ന വേരിയബിളിന് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു, B എന്ന് പറയുന്ന വേരിയബിളിന് 5 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. സോ എന്താ ഇവിടെ എക്കോ പ്രിന്റ് ചെയ്യേണ്ടത്? ലൈക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? A greater than 5ഉം B less than 10ഉം. A is greater than 5 and B എന്ന് പറയുന്നത് less than 10. ഈ രണ്ട് കണ്ടീഷൻ എന്താ? സെയിം ആണ്. സോ A greater than 5 and B less than 10. A greater than 5 is true, B less than 10 is true. ഇത് ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. Then and true and true is equal to എന്ത് വരും? ട്രൂ വരും, റൈറ്റ്? സോ ഇതെന്താ ആക്ച്വലി? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് is ട്രൂ. ഓക്കെ, ആൻഡ് ഓർ നോട്ട്. ആൻഡ് എന്ന് പറയുന്നത് ബോത്ത് കണ്ടീഷനും മസ്റ്റ് ബി ട്രൂ ആയിരിക്കണം. ഓക്കെ, ആൻഡ് എപ്പോഴാ ആൻഡ് ട്രൂ ആവുന്നത്? രണ്ട് കണ്ടീഷൻസും ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രൂ. ഓർ ആണെന്നുണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആകും. ഓക്കെ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ട്രൂ. നോട്ട് ആണെന്നുണ്ടെങ്കിലോ, റിവേഴ്സ് ദ റിസൾട്ട്. ഓക്കെ, നമ്മൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ള റിസൾട്ട് അതിനെ റിവേഴ്സ് ചെയ്യും. സോ ആൻഡ് ബോത്ത് കണ്ടീഷൻ മസ്റ്റ് ബി ട്രൂ ഓർ എനി വൺ കണ്ടീഷൻ ഇസ് ട്രൂ, നോട്ട് റിവേഴ്സ് ദ റിസൾട്ട്. റിയൽ ലൈഫ് എക്സാമ്പിൾ. നമുക്കിപ്പോ ടു ഗെറ്റ് അഡ്മിഷൻ, നമുക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പൊ അതിനൊരു കണ്ടീഷൻ കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ കൊടുക്കുവാണ്. ഏജ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 18 ആൻഡ് മാർക്ക് ഇസ് ഗ്രേറ്റർ ദാൻ 50. ഓക്കെ, അതായത് 18 മുകളിൽ വയസ്സുള്ളവരും 50 മുകളിൽ മാർക്ക് ഉള്ളവർക്കും മാത്രമേ അഡ്മിഷൻ കിട്ടൂ എന്നുള്ള കണ്ടീഷൻ കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇസ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂന, ഓക്കെ, വാല്യൂനെ ഇൻക്രീസ് ചെയ്യാൻ, അതായത് ഒരു വാല്യൂന ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് വെച്ച് ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? These operators are used to increase or decrease a value by 1. ഓക്കെ, അതായത് ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്യാനോ ഒന്ന് വെച്ച് ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. These operators are used to increment or decrement a value by 1. പ്ലസ് പ്ലസ്സും ഉണ്ട്, മൈനസ് മൈനസും ഉണ്ട്. പ്ലസ് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റും, മൈനസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഡിക്രിമെന്റും ആണ്. ഓക്കെ, പ്ലസ് പ്ലസ് ഇസ് ഇൻക്രിമെന്റ് ആൻഡ് മൈനസ് മൈനസ് ഇസ് ഡിക്രിമെന്റ്. എക്സാമ്പിൾ പ്രോഗ്രാം. ഇപ്പോ PHP ടാഗ് ഓപ്പൺ ചെയ്തു, $A is equal to 5 കൊടുത്തു. 5 എന്ന് പറയുന്ന വാല്യൂ A എന്ന് പറയുന്ന വേരിയബിളിനെ അസൈൻ ചെയ്ത് കൊടുത്തു. $A പ്ലസ് പ്ലസ്, ഓക്കെ, $A പ്ലസ് പ്ലസ് എക്കോ $A. ഓക്കെ, എക്കോ $A. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? 5 എന്ന് പറയുന്ന വാല്യൂ A എന്ന് പറയുന്ന വേരിയബിളിനെ അസൈൻ ചെയ്തു. $A പ്ലസ് പ്ലസ് ഇൻക്രീസസ് വാല്യൂ ബൈ 1. ഓക്കെ, അതായത് A എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ അതിനെ ഒന്ന് വെച്ച് ഇൻക്രീസ് ചെയ്യും. സോ ദ ഔട്ട്പുട്ട് ബിക്കം 6 ആകും. 5 + 1 = 6. ഇനി നേരെ മൈനസ് മൈനസ് ആണെന്നുണ്ടെങ്കിലോ 5ന്ന് 1 മൈനസ് ചെയ്ത് 4 ആകും. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ഡിക്രിമെന്റ് എന്ന് പറയുന്നത് $A മൈനസ് മൈനസ്.
സോ ഇവിടെ എന്താ ചെയ്യുന്നത്? റെഡ്യൂസ് ദ വാല്യൂ ബൈ 1 വെച്ചിട്ട് ആ ഒരു വാല്യൂനെ റെഡ്യൂസ് ചെയ്യും. സോ ഇവിടെ ലൂപ്സ്, കൗണ്ടേഴ്സിന്, നമ്പർ സീക്വൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൂപ്സ്, കൗണ്ടേഴ്സ്, നമ്പർ സീക്വൻസ്, ലൂപ്സ്, കൗണ്ടേഴ്സ്, നമ്പർ സീക്വൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡിക്രിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സ് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നു. PHP പലതരത്തിലുള്ള ഓപ്പറേറ്റർ ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ് പ്രോഗ്രാംസ് വളരെ സേഫർ ആക്കി മാറ്റുന്നുണ്ട്. ഓപ്പറേറ്റേഴ്സ് പ്രോഗ്രാംസ് ഫങ്ഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.